പ്രിയപ്പെട്ട ഹണി റോസ്, താങ്കൾ ഇന്ന് എനിക്കെതിരെ ഇട്ട പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കാണുകയുണ്ടായി. മറുപടി പറയാൻ കുറച്ച് താമസിച്ചതിന് ക്ഷമിക്കുക. മകന്റെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആയിരുന്നു, അതിന്റെ പരിപാടികളായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അതാണ് കുറച്ച് താമസിച്ചത്. ലൈൻ ബൈ ലൈൻ അതിന് മറുപടി പറയുന്നതായിരിക്കും. അപ്പൊ ഹണി റോസിന്റെ എന്താണ് എന്നും കൂടെ കാണാം. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഉണ്ടാവും, അത് പിള്ളേർ ബഹളം വെക്കുന്നതാണ്. ഓരോ വരിക്കും അത് അർഹിക്കുന്ന ബഹുമാനത്തോടെ, യാതൊരു സർക്കാസവും വ്യംഗ്യവും ദ്വയാർത്ഥവും ഇല്ലാതെ ബഹുമാന പുരസരം ഓരോ വരിക്കും മറുപടി തരുന്നതായിരിക്കും. ആദ്യം തന്നെ ഹണി റോസിനും ഞാനും എൻ്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഹണി റോസ് പറയുന്നുണ്ട്. അതിന് ഹണി റോസിനോട് വിഷമം പറയുന്നു. ഒരു കാരണവശാലും ഹണി റോസിന്റെ കുടുംബം ഹണി റോസ് അങ്ങനെ വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷമത്തോടൊപ്പമാണ്. പറഞ്ഞ വരിയിൽ ഒരു വരി പോലും, ഒരു വാക്ക് പോലും ഞാൻ പിൻവലിക്കുന്നില്ല. പക്ഷേ ഹണി റോസിന് വിഷമമുണ്ടെന്ന് കേട്ടപ്പോൾ എനിക്കും വിഷമമുണ്ട്. ആ വിഷമത്തോടൊപ്പമാണ്, പ്രത്യേകിച്ച് കുടുംബത്തിന്റെ വിഷമമെന്ന് കേട്ടപ്പോൾ അതിൽ കാര്യമായിട്ട് വിഷമമുണ്ട്. ഹണി റോസ് എനിക്കെതിരെ കേസ് കൊടുക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. കേസ് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ഇഞ്ച് പോലും വിമർശനം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യില്ല. അതായത് ഹണി റോസ് എനിക്കെതിരെ കേസ് കൊടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിലല്ല ഞാൻ ഹണി റോസിനെ വിമർശിക്കുന്നത്. ഹണി റോസ് എനിക്കെതിരെ കേസ് കൊടുക്കുന്നതിന്റെ പേരിൽ ഒരു ഇഞ്ച് പോലും ഹണി റോസിനെതിരെയുള്ള വിമർശനം കൂട്ടുകയില്ല, കുറയ്ക്കുകയില്ല. എനിക്ക് ഹണി റോസിനോട് അതിന്റെ പേരിൽ പ്രത്യേകിച്ച് യാതൊരു വിരോധവും ഇല്ല. അതിൽ അപ്പം താനും തന്റെ കുടുംബവും മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നതിന്റെ പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇപ്പോൾ താങ്കളാണ്. അതെങ്ങനെയാണ് ഹണി റോസിന്റെ നിലപാടുകളെയും ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയെയും ഒക്കെ അല്ലേ വിമർശിക്കുന്നത്? സമൂഹത്തിൽ വ്യാപകമായി നിൽക്കുന്ന വിമർശനമല്ലേ? എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിനെതിരെ പരാതി കൊടുത്തു. പോലീസ് എന്റെ പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ഞാൻ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡിലാക്കുകയും ചെയ്തു. പരാതി കൊടുക്കുക എന്നാണ് ഞാൻ ചെയ്യേണ്ട കാര്യം. ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമാണ്. നിലപാടിന് ഒരു ഫാക്റ്റായിട്ട് പറഞ്ഞതാ. ഞാൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം എനിക്കെതിരെ തിരിയാനും എന്ന ഉദ്ദേശത്തോടെ സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യപ്പെടുകയുമാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ ഹണി റോസ്. മനസ്സിലാക്കേണ്ടത് ഈ ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വാക്കുകളാണ്. ഓർഗനൈസ്ഡ് ക്രൈം പോലുള്ള വാക്കുകൾ ഹണി റോസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ഒന്ന് ചിന്തിക്കണമെന്ന് മാത്രമാണ്. അതായത് ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോളിവുഡിലടക്കം പലപ്പോഴും മാഫിയയും മറ്റും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഓർഗനൈസ്ഡ് ക്രൈം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹണി റോസ് ദേഷ്യം കൊണ്ട് പറഞ്ഞതായിരിക്കും, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഹണി റോസിന്റെ പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയുകയല്ല. ഹണി റോസിന് എതിരെ പറഞ്ഞ ആ പരാമർശം തെറ്റാണെന്നും ബോച്ചെ മാപ്പ് പറയണമെന്നും ആദ്യം പറഞ്ഞ വ്യക്തിയുള്ള ഒരാൾ ഞാനാണ് എന്ന് ഹണി റോസ് മറക്കരുത്. അതുകൊണ്ട് ബോച്ചെ ആരും ന്യായീകരിക്കുന്നില്ല. പകരം ബോച്ചയുടെ പരാമർശം തെറ്റാണെന്നും മാപ്പ് പറയണമെന്നും കൂടി ഞാൻ പറഞ്ഞു. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ദ റൈറ്റ് ടു മേക്ക് ചോയ്സസ് അബൌട്ട് വൺ അറ്റയർ. നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും വസ്ത്ര സ്വാതന്ത്ര്യവും എല്ലാം ആർട്ടിക്കിൾ 19 പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ 19 റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകാം. അത് ഡീസൻസി ഒരു മാനദണ്ഡമാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. ആ ഡീസൻസി എന്ന മാനദണ്ഡം ഉണ്ട് എന്ന് നമ്മൾ മറക്കരുത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട്സ് ആൻ ഇൻഡിവിജ്വൽ റൈറ്റ് ടു പ്രിവസി. തീർച്ചയായിട്ടും താങ്കളുടെ പ്രിവസി, നമ്മുടെ എല്ലാവരുടെയും പ്രിവസി പ്രധാനമാണ്. പേഴ്സണൽ ഓട്ടോണമി വിച്ച് എൻകംപാസസ് ദ റൈറ്റ് ടു വാട്ട് വി വെയർ. ഹണി റോസിന് എന്തും ധരിക്കാം, പക്ഷെ ആ ധരിക്കുന്നതിന് സോഷ്യൽ ഓഡിറ്റ് പലപ്പോഴും ഉണ്ടാകും എന്ന് നമ്മൾ തിരിച്ചറിയണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒന്ന്. പിന്നെ ഇന്ത്യൻ പീനൽ കോഡ് അങ്ങനെ വസ്ത്രധാരണത്തിന് ചോയ്സ് ഒന്നും പറയുന്നില്ല എന്ന് പറയും. ഇങ്ങനെയാണെന്നിരിക്കെ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ, എൻ്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ ശ്രമഫലമായി എനിക്കെതിരെ വരുന്ന തൊഴിലിനു നേരെ വരുന്ന ഭീഷണികൾ, തൊഴിൽ നിഷേധങ്ങൾ, അപായ ഭീഷണികൾ, അശ്ലീല ദ്വയാർത്ഥ അപമാന കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിയിങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണ്. അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഹണി റോസ് ശക്തമായി പ്രതികരിക്കണം. എന്നെ അനുവദിക്കില്ലെന്നറിയാം, എന്നിരുന്നാൽ പോലും അനുവദിക്കുമെങ്കിൽ ഹണി റോസിന് വേണ്ടി ഈ പറയുന്ന ആൾക്കാർക്കെതിരെ, സൈബർ ബുള്ളിയിങ് ചെയ്യുന്നവർക്കെതിരെ കേസ് കൊടുക്കാനും ഞാൻ തയ്യാറാണ്. കാര്യം അങ്ങനെ ചെയ്യുന്നതല്ല. രാഹുൽ ഈശ്വർ വിമർശിക്കുകയാണ്, അപമാനിക്കുകയല്ല, അധിക്ഷേപിക്കുകയല്ല. എനിക്ക് വിമർശന സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, ആഭാസം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇങ്ങനെ തൊഴിൽ നിഷേധമൊന്നും ഒരു കാരണവശാലും പാടില്ല. അതിനൊന്നും ഒരു തർക്കം പോലുമില്ല. കോടതിയിലിരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ എന്നെ കടുത്ത മാനസിക വ്യതയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവർത്തികളാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ അതിന് വിഷമം രേഖപ്പെടുത്തുന്നു, അങ്ങനെ മാനസിക വ്യതയ്ക്ക് വിഷമം രേഖപ്പെടുത്തുന്നു. പക്ഷേ ഈ ആത്മഹത്യ പോലുള്ള വാക്കുകളൊന്നും ഹണി റോസ് ഉപയോഗിക്കരുത്. കാര്യം നമ്മളൊക്കെ പ്രിവിലേജ്ഡ് ആയ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. നമുക്കൊക്കെ ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഹണി റോസ് ആലോചിക്കേണ്ടത്, ഈ നാട്ടിലെ മുഖ്യമന്ത്രി ഹണി റോസിനെ നേരിട്ട് വിളിച്ച് പരാതി എടുക്കുന്നു. ഈ നാട്ടിലെ പോലീസ്
പോലീസുകാര് ബോച്ചയെ അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്യുന്നു. ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങളും 99% മാധ്യമങ്ങളും എല്ലാം ഹണി റോസിന്റെ കൂടെ നിൽക്കുന്നു. ഇത്രയും സപ്പോർട്ട് കിട്ടുന്ന ഹണി റോസ് ആണോ ഒറ്റപ്പെട്ടതായി തോന്നുന്നത്? അപ്പൊ ആത്മഹത്യയും കാര്യങ്ങളും ഒന്നുമല്ല. അങ്ങനെ വാക്കുകൾ പറയരുത് കേട്ടോ, അത്തരം വാക്കുകൾ പറയരുത്. പക്ഷെ അത് പറയുന്ന ഒരു വിഷമത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു. ആ വിഷമത്തെ ഉൾക്കൊള്ളുന്നു. രാഹുൽ ഈശ്വറിനെ പോലുള്ളവരുടെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽ പെട്ടുപോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുമ്പോട്ട് വരാൻ മടിക്കും. അത്തരം നടപടികൾ ആണ് തുടർച്ചയായി രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത്. അല്ല, തെറ്റു പറയുന്നവരോടാണ്. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീ അവരെ പോലുള്ള സ്ത്രീകളോടാണ്. നല്ല സ്ത്രീകളെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. താങ്കൾ പിന്തുണയ്ക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ PR ഏജൻസികളും എനിക്കെതിരെ നടത്തുന്നത് ഈ ഓർഗനൈസ് ക്രൈമിന്റെ ഭാഗമാണ്. ഞാൻ ബോച്ചയോട് കഴിഞ്ഞ വർഷമോ മുമ്പത്തെ വർഷം എന്തോന്ന് സംസാരിച്ചത്. ബോച്ചയുടെ ഒരു പരിപാടിയിൽ എന്നെ ഹോസ്റ്റായിട്ട് വിളിച്ചു. ആ പരിപാടിക്ക് എന്തൊരു വേൾഡ് റെക്കോർഡ് പരിപാടിയാണ്. ഞാൻ ഹോസ്റ്റായി പോയി നിൽക്കുകയും ചെയ്തു. അവരുടെ PR ടീമുമായിട്ടോ എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്റെ മൗലിക അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് എന്റെ അവകാശങ്ങളിലേക്ക് കടന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട് എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണികളുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴി വരുന്ന എല്ലാ വെല്ലുവിളി പോർവിളി കമന്റുകൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വറിനെതിരെ ഞാൻ നിയമ നടപടി കൈക്കൊള്ളുന്നു. ഞാൻ ഹണി റോസിനെതിരെ അങ്ങനെ എന്തെങ്കിലും ആഹ്വാനം നടത്തിയോ? എന്താ ഹണി പറയുന്നത്? അതായത് ഹണിയെ അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണികളൊക്കെ ഞാൻ ചെയ്തോ? എന്തിനാണ് ഹണി ഇങ്ങനെ പറയുന്നത്? ഇതൊക്കെ ആരെങ്കിലും എനിക്ക് ഒരു പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും അഡ്വക്കേറ്റ് എഴുതി കൊടുക്കുന്നതായിരിക്കും. പക്ഷെ ഹണി എന്താ അറിയാമോ, ഈ പറയുന്ന ഓരോ വാക്കുകൾക്കും പ്രസക്തിയുണ്ട്. ഹണി ഒരു സോഷ്യൽ മീഡിയ താരമല്ല, ഹണി ഒരു വലിയ ബിഗ് സെലിബ്രിറ്റിയാണ്. അപ്പൊ ഹണി എന്ന ബിഗ് സെലിബ്രിറ്റിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിലും പോലീസുകാരും കോടതിയും ഒക്കെ ഗൗരവമായിട്ട് എടുക്കും. അപ്പൊ നമ്മൾ വാക്കുകൾ എഴുതുമ്പോൾ സൂക്ഷിച്ചെഴുതണ്ടേ? ഹണിയെ അപായപ്പെടുത്തണം എന്ന് ഞാൻ പറഞ്ഞു. അപായപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നൊക്കെയാണ് അർത്ഥം. എന്താ ഹണി പറയണേ? എനിക്ക് മനസ്സിലാവണില്ല. ഇനി ഇൻസൾട്ടിങ് ഓർ മേക്കിംഗ് ഡെറഗേറ്ററി കമന്റ്സ് അബൌട്ട് എ വുമൻസ് ഡ്രസ്സിംഗ് ഇൻ പബ്ലിക്, അത് ഹരാസ്മെന്റ് ആണ്, സൈബർ ബുള്ളിയിങ് ആണ്. ഇതൊന്നും ഞാൻ ചെയ്തില്ല. ഹണിയുടെ വസ്ത്രം സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കി വിമർശന വിധേയമാക്കണമെന്നും മിതവും മയത്വവും മാന്യതയും എന്റെ വാക്കുകൾക്കും വേണം, ഹണിയുടെ വസ്ത്രത്തിനും വേണം. ബോച്ചയുടെ വാക്കുകൾക്കും വേണം, ഹണിയുടെ വസ്ത്രത്തിനും വേണം എന്നേ പറഞ്ഞുള്ളൂ. അങ്ങനെ എന്റെ ഭാഗത്ത് നിന്ന തെറ്റുകൾ ഞാൻ പലപ്പോഴും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. യൂസിങ് പബ്ലിക് മീഡിയ ടു ട്രിഗർ എ സൈബർ അറ്റാക്ക് ഓൺ സംവൺ, അതും ഒരു ഓർഗനൈസ് ക്രൈമാന്നൊക്കെ പറയുന്നു. ഹണി റോസ് മാപ്പ് അർഹിക്കുന്നില്ല. അപ്പം ഹണി റോസ് ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും അഭിഭാഷകന്റെ കൂടെ സഹായത്തോടു കൂടി എഴുതിയതായിരിക്കും. നല്ല ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഹണി റോസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ദയവായി ഹണി റോസ് മനസ്സിലാക്കേണ്ടത്, ഹണി റോസ് വിമർശനത്തിന് അതീതയല്ല. രാഹുൽ ഈശ്വർ വിമർശിക്കപ്പെടണം, അതേപോലെ ഹണി റോസും വിമർശിക്കപ്പെടണം. ഈ സത്യസന്ധതയോട് ഹണി റോസ് കാര്യങ്ങളെ കാണണം. ഹണി റോസിന് വിഷമം ഉണ്ടെന്ന് കേട്ടതിൽ എനിക്കും വിഷമമുണ്ട്. മറ്റേ മനോവ്യഥ എന്നൊക്കെ കേട്ടതിൽ വിഷമമുണ്ട്. ആത്മഹത്യ എന്ന വാക്കൊന്നും പറയരുത്. കാര്യം അതൊക്കെ ഹണി റോസും ഞാനും രാഹുൽ ഈശ്വറും അതേപോലെ പ്രിവിലേജ്ഡ് ആണ്. ഒരു നാട്ടിലെ മുഖ്യമന്ത്രി വിളിച്ച് സംസാരിക്കുകയും കോടതിയും എല്ലാം ഏറ്റവും പോസിറ്റീവായി ഹണി റോസിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന അവസരത്തിൽ അങ്ങനെ ഒറ്റപ്പെടലൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഹണി റോസിന് എല്ലാവിധ മാനസികമായ, അത് എന്റെ സപ്പോർട്ട് ഹണി റോസിന് ആവശ്യമില്ലെന്നറിയാം, എന്നിരുന്നാൽ പോലും മാനസികമായ പിന്തുണ നേടുന്നു. ഹണി റോസ് വിഷമിക്കരുത്, ഹണി റോസിന്റെ വീട്ടുകാർ വിഷമിക്കരുത്. ഹണി റോസിന്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ നാഷ് എന്ന എന്റെ ഫ്രണ്ടിൽ നിന്ന് വളരെ നല്ല കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ആ വിഷമത്തോടൊപ്പം നിൽക്കുന്നു. ഹണി റോസിനെതിരെയുള്ള വിമർശനങ്ങൾ, സഭ്യമായ മാന്യമായ വിമർശനങ്ങൾ സമൂഹത്തിൽ നിന്നുണ്ടാകും. അത് അക്നോളജ് ചെയ്യാൻ കൂടെ ഹണി റോസിന് കഴിയട്ടെ. എന്തായാലും ഹണി റോസിന്റെ അതാണ് മറുപടി. ഹണി റോസിന്, കുടുംബത്തിന്, നമ്മുടെ നാടിനെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നും ഹണി റോസ് ഓർക്കേണ്ടത്, സഭ്യമായ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. നമസ്കാരം.